ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് യുദ്ധ സിനിമകൾ കണ്ടിട്ടുണ്ടാകുമല്ലേ? മിക്ക സിനിമകളിലും യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറോയിസവും മാസും വൺമാൻഷയും ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യുദ്ധം അങ്ങനെയല്ല. അത് ചോരയും കണ്ണീരും ജീവിക്കാൻ വേണ്ടിയുള്ള കടുത്ത പോരാട്ടവും ഒപ്പം മനുഷ്യത്വം പോലും നഷ്ടപ്പെടുന്ന ചില ഭീകരമായ സാഹചര്യങ്ങളുമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രാഡ് പിറ്റ് തകർത്ത് അഭിനയിച്ച ഹോളിവുഡിലെ എക്കാലത്തെ മികച്ച വാർ മൂവിയായ ഫ്യൂരിയാണ് കേട്ടോ. വെറുമൊരു യുദ്ധമല്ല, യുദ്ധകളത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ മനസ്സാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. വർഷം 1945 ഏപ്രിൽ മാസമാണ്. രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയം. സഖ്യകക്ഷികൾ ജർമ്മനിയിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞു. ജർമ്മനി ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. തോൽവി ഉറപ്പായിട്ടും അവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവർ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒടുവിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളെ വരെ നിർബന്ധിച്ച് തോക്കെടുപ്പിച്ച് യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ജർമ്മൻകാരുടെ ടാങ്കുകൾ സാങ്കേതികമായി അമേരിക്കൻ ടാങ്കുകളെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ഓരോ ഇഞ്ചും മുന്നോട്ട് പോകാൻ അവർ അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. സിനിമയുടെ ആദ്യത്തെ സീൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു വലിയ യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന വിജനമായ മൈതാനത്താണ്. ചുറ്റും മൃതദേഹങ്ങളും തകർന്ന വണ്ടികളും കാണാം. ഒരു നാസി സൈനികൻ വെള്ള കുതിരപ്പുറത്ത് വരികയാണ്. അവനൊരു തകർന്ന അമേരിക്കൻ ടാങ്കിന്റെ അരികിലെത്തുമ്പോൾ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് അമേരിക്കൻ ആർമിയിലെ സ്റ്റാഫ് സർജന്റായ ഡോൺ വാർഡാഡി കോളിയർ ചാടി വീഴുകയാണ്. അവൻ ആ നാസിയെ താഴെയിട്ട് വളരെ ക്രൂരമായി കുത്തിക്കൊന്നു. അവന്റെ കണ്ണുകളിൽ യുദ്ധം വരുത്തിവെച്ച ആ ഒരു വെറി നമുക്ക് കാണാം. ആ കുതിരയെ അവിടെ നിന്നും അഴിച്ചുവിട്ട ശേഷം ഡോൺ തന്റെ ടാങ്കിലേക്ക് തന്നെ തിരികെ കയറി. ഫ്യൂരി എന്നാണ് ഈ ടാങ്കിന്റെ പേര്. അത് വെറും ഒരു ഇരുമ്പ് വണ്ടിയല്ല. അതിനുള്ളിൽ ഡോണിനെ കൂടാതെ മറ്റു 3 പേർ കൂടിയുണ്ട്. ഗോൾഡോ, ബൈബിൾ, പിന്നെ ഗ്രേഡി. യുദ്ധം ചെയ്ത് മനസ്സ് മരവിച്ച കുറെ മനുഷ്യർ. ഗ്രേഡി ടാങ്കിന്റെ ഒരു കംപ്ലൈന്റ് പരിഹരിക്കാൻ നോക്കുന്നതിനിടയിൽ അവർ പരസ്പരം ചീത്ത വിളിക്കുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഡോൺ ടാങ്കിനുള്ളിലേക്ക് കയറി ഗ്രേഡിയെ ചവിട്ടിക്കൊണ്ട് ചോദിച്ചു, ഇത് എപ്പോ ശരിയാകും? ഗ്രേഡി ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ നോക്കുന്നുണ്ട്. ഇത് നായ്ക്കളെ പോലെ പണിയെടുക്കേണ്ടി വരുന്ന ഒരിടമാണ്. ഡോൺ വിട്ടുകൊടുത്തില്ല. അവൻ പറയുന്നു, നീ ഒരു നായ തന്നെയാണ് ഗ്രേഡി, അതുകൊണ്ട് ആ പണി മര്യാദയ്ക്ക് ചെയ്യും. അതിനിടയിൽ ഗോൾഡ് സ്വന്തം ഭാഷയായ സ്പാനിഷിൽ എന്തോ പിറുപിറുത്തു. അത് കേട്ടതും ഡോൺ അവന്റെ നേരെ തിരിഞ്ഞു. അമേരിക്കൻ ആർമിയിലാണെങ്കിൽ അമേരിക്കക്കാരനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടല്ലോ. അപ്പോഴാണ് ബൈബിൾ എന്ന് വിളിക്കുന്ന ബോയ്ഡ് ബൈബിൾ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ദൈവം നമ്മളെ കാത്തു, അതാ നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ചുറ്റും സ്വന്തം കൂട്ടുകാർ മരിച്ചു വീഴുമ്പോൾ ദൈവം എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ഗ്രേഡിയുടെ ചോദ്യം. ഒടുവിൽ ഗ്രേഡി ടാങ്ക് കഷ്ടപ്പെട്ട് നന്നാക്കി അവർ ബേസിലേക്ക് വണ്ടി തിരിക്കുകയാണ്. ബേസിലെത്തിയ ഉടനെ ഡോൺ തന്റെ ആളുകളോട് ടാങ്കിൽ ഇന്ധനവും ആയുധങ്ങളും പെട്ടെന്ന് നിറയ്ക്കാൻ ഓർഡർ ഇടുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ലെഫ്റ്റനന്റ് വന്ന് ഡോണിനോട് ചോദിക്കുന്നത്, ഡോൺ, ബാക്കി ടാങ്കുകളൊക്കെ എവിടെ? നിന്റെ പ്ലാറ്റൂൺ എവിടെ? വളരെ സങ്കടത്തോടെയും നിരാശയോടെയും ഡോൺ പറഞ്ഞു, എന്റെ പ്ലാറ്റൂണിൽ ഇനി ബാക്കിയുള്ളത് ഈ ഒരൊറ്റ ടാങ്ക് മാത്രമാണ് സാർ. ബാക്കിയെല്ലാം നാസികൾ തീർത്തു. എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ഡോൺ വണ്ടിയുടെ സൈഡിലേക്ക് മാറി നിന്ന് തകർന്നുകൊണ്ട് കരയുന്നുണ്ട്. അവൻ തന്റെ ആളുകളുടെ മുന്നിൽ ഒരിക്കലും ഇമോഷണൽ ആകില്ല. പക്ഷെ ഉള്ളിൽ ആ യുദ്ധത്തിന്റെ സ്ട്രെസ്സും കൂടെ ഉണ്ടായിരുന്നവരുടെ വേർപാടും അവനെ അത്രമാത്രം തളർത്തി കളഞ്ഞിട്ടുണ്ട്. ബേസിലെ കാഴ്ചകൾ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. മരിച്ച സൈനികരുടെ ബോഡികൾ ട്രക്കുകളിൽ കുന്നുകൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ജർമ്മൻ തടവുകാരെ മൃഗങ്ങളെ പോലെ പൂട്ടിയിട്ടിരിക്കുന്നു. ജർമ്മൻ തടവുകാരെ കണ്ടതും ഡോൺ വെറുപ്പോടെയാണ് നോക്കുന്നത്. ആ സമയത്താണ് നോർമൻ എന്നൊരു പയ്യൻ ഡോണിന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ ടാങ്കിലേക്ക് പുതിയതായി അസൈൻ ചെയ്തതാണ്. അവനെ കണ്ടതും ഡോൺ ചോദിച്ചു, നീ ആരാണ്? നോർമൻ പേടിയോടെ മറുപടി നൽകി, ഞാൻ നോർമൻ എലിസൺ. എന്നെ നിങ്ങളുടെ ടാങ്ക് ക്രൂവിലേക്ക് അസൈൻ ചെയ്തതാണ്. ഇത്രയും ചെറിയൊരു പയ്യനെയോ, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തവനെ യുദ്ധകളത്തിലേക്ക് വിട്ടിട്ട് എന്ത് നേടാനാണ്? ഡോണിന് ഭയങ്കര ദേഷ്യം വന്നു. നീ എത്ര നാളായി ആർമിയിൽ ചേർന്നിട്ട്? നിന്റെ ട്രെയിനിങ് എവിടെയായിരുന്നു? നോർമൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആർമിയിൽ ചേർന്നിട്ട് 8 ആഴ്ചയേ ആയിട്ടുള്ളൂ. എനിക്ക് ടാങ്ക് ഓടിക്കാൻ അറിയില്ല. ഞാനൊരു ടൈപ്പിസ്റ്റ് ക്ലർക്ക് ആയിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞത്. ഇത് കേട്ടതും ഡോണിന് കൺട്രോൾ പോയി. ഒരു ടൈപ്പിസ്റ്റിനെയാണോ ഈ നരകത്തിലേക്ക് വിട്ടിരിക്കുന്നത്? ഡോൺ അവനെ കൂട്ടി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. ബാക്കി ക്രൂ മെമ്പേഴ്സിനും നോർമനെ കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അവർ അവന്റെ ബാഗൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് വെറുതെ ഓരോന്ന് ചോദിച്ച് കളിയാക്കാൻ തുടങ്ങി. ബൈബിൾ അവന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ ബൈബിൾ വായിക്കാറുണ്ടോ? നീ രക്ഷപ്പെട്ടവനാണോ? നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നോർമന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ആ ചൂടുവെള്ളവും എടുത്ത് ടാങ്കിന്റെ ഉൾഭാഗം വൃത്തിയാക്കിക്കേ, അതാണ് നിന്റെ ആദ്യത്തെ പണി. അങ്ങനെ നോർമൻ ആ ബക്കറ്റും വെള്ളവുമായി ടാങ്കിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷെ അകത്തേക്ക് നോക്കിയ അവൻ ആകെ തരിച്ചുപോയി. കാരണം ആ ടാങ്കിൽ മുൻപുണ്ടായിരുന്ന ഗണ്ണർ വെടിയേറ്റ് മരിച്ച സീറ്റായിരുന്നു അത്. അവിടെ അവന്റെ ചോരയും മാംസവും, എന്തിനേറെ പറയുന്നു, അവന്റെ മുഖത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇതൊന്നും കണ്ട് പരിചയമില്ലാത്ത ആ പാവം പയ്യൻ പേടിച്ച് അറപ്പ് തോന്നി പുറത്തേക്ക് ഓടി വന്ന് ഛർദ്ദിക്കുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു കള്ളിയല്ലെന്ന് അവൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. ആ സമയത്താണ് ബേസിലൂടെ ഒരു നാസി SS ഓഫീസറെ ചോദ്യം ചെയ്യാനായി അമേരിക്കൻ കമാൻഡറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്.
പോകുന്നത് ഡോൺ കാണുകയാണ്. നാസികളോട് ഡോണിനുള്ള കടുത്ത പക അവിടെ നമുക്ക് കാണാം. ദേഷ്യം സഹിക്കാനാവാതെ അവൻ ആ ഓഫീസറെ തല്ലാനോടുന്നു. ഇവന്മാരെ ഒന്നും ജീവനോടെ വെക്കരുത്, നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. പക്ഷെ ബാക്കിയുള്ളവർ ചേർന്ന് അവനെ കഷ്ടിച്ച് പിടിച്ചു മാറ്റുകയാണ്. അതിനുശേഷം ഡോണും മറ്റു 3 ടാങ്ക് കമാൻഡർമാരും കൂടി ഒരു മീറ്റിംഗ് കൂടുന്നു. അവിടുത്തെ ലഫ്റ്റനന്റ് അവർക്ക് പുതിയൊരു മിഷൻ നൽകുകയാണ്. നമ്മൾ ഉടൻ തന്നെ യാത്ര തിരിക്കണം. മുന്നിലുള്ള ബേക്കർ കമ്പനിയെ പോയി കണ്ട് അവിടുത്തെ ഒരു ചെറിയ ടൗൺ നാസികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. ഞാൻ എന്റെ ടാങ്കുമായി മുന്നിലുണ്ടാകും. അങ്ങനെ 4 ടാങ്കുകൾ അടങ്ങുന്ന ആ സൈന്യം യാത്ര തിരിക്കുകയാണ്. ടാങ്കിലിരിക്കുന്ന നോർമനോട് ഡോൺ കടുപ്പത്തിൽ പറഞ്ഞു, ഇനി നീയാണ് ഈ ടാങ്കിലെ അസിസ്റ്റന്റ് ഡ്രൈവറും ഗണ്ണറും. മുന്നിൽ കാണുന്ന എല്ലാ നാസികളെയും യാതൊരു ദയവുമില്ലാതെ വെടിവെച്ചിടണം കേട്ടല്ലോ. ഗോൾഡ് അവന് ചില ടാങ്ക് ടിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് വെടി തീർക്കരുത്. ചെറിയ ബേസ്റ്റുകളായി വേണം ഷൂട്ട് ചെയ്യാൻ, എങ്കിലേ കൂടുതൽ പേരെ കൊല്ലാൻ പറ്റൂ. യാത്രക്കിടയിൽ അവർ നാസികളെ കൊല്ലുന്നതിനെ കുറിച്ചും ജർമ്മൻ സ്ത്രീകളെ കുറിച്ചുമൊക്കെ വളരെ ക്രൂഡായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ട് നോർമൻ ആകെ ഭയന്നു പോവുകയാണ്. ടാങ്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വണ്ടി ഒരു വലിയ കാടിന്റെ അരികിലെത്തിയപ്പോൾ ഡോൺ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. എല്ലാവരും അലേർട്ട് ആയിരിക്കണം. കാടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നാസികൾ ഒളിച്ചിരിപ്പുണ്ടാകാം. അനക്കം കണ്ടാൽ അപ്പൊ തന്നെ വെടിവെക്കുക. നമ്മുടെ നോർമനാണ് ടാങ്കിന്റെ മുന്നിലെ കാഴ്ചകൾ നോക്കുന്നത്. പെട്ടെന്നാണ് കാടിനുള്ളിലെ പുതപ്പുകൾക്കിടയിൽ എന്തോ അനക്കം അവൻ കാണുന്നത്. പക്ഷെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതൊരു കൊച്ചു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായ നോർമന് ആ കുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടാൻ മനസ്സ് വന്നില്ല. അവൻ വെടിവെക്കാൻ മടിച്ച് ഒന്ന് പരിങ്ങി നിന്നു. പക്ഷേ അതൊരു വലിയ തെറ്റായിരുന്നു. ഗോൾഡോ അത് കണ്ട് വിളിച്ചു പറയുമ്പോൾ വൈകി പോയിരുന്നു. ആ കുട്ടി ഒളിച്ചു വെച്ചിരുന്ന ആന്റി ടാങ്ക് മിസൈൽ എറിഞ്ഞു. നേരെ വന്ന് വീണതോ ഇവരുടെ മുന്നിൽ പോയ ലഫ്റ്റനന്റ് ടാങ്കിലാണ്. ഭയങ്കരമായ സ്ഫോടനത്തോടെ ആ ടാങ്ക് ആകെ കത്തിയമർന്നു. ശരീരമാകെ തീ പിടിച്ച് ആ കത്തുന്ന ടാങ്കിൽ നിന്നും പുറത്തേക്ക് ചാടിയ ലഫ്റ്റനന്റ് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ജീവനോടെ കരിഞ്ഞു പോകാതിരിക്കാൻ ഒടുവിൽ അയാൾ സ്വന്തം തലയിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെച്ച് മരിക്കുകയാണ്. ഇത് കണ്ട് ഡോൺ കൺട്രോൾ പോയി നോർമന്റെ നേരെ ഭയങ്കരമായി ചൂടായി. നീ എന്താണ് വെടിവെക്കാതിരുന്നത്? ആ ഓഫീസർ മരിക്കാൻ കാരണം നീയാണ്. നിന്റെ ഒരു മടി കാരണം. നീ ഇങ്ങനെ ഭയന്നിരുന്നാൽ എങ്ങനെയാ യുദ്ധം ജയിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ മാനസികമായി തകർത്തു. കാട്ടിൽ പോയി നോക്കുമ്പോൾ ആ ടാങ്ക് ആക്രമിച്ച 3 പേരും നാസി യൂണിഫോം ഇട്ട ചെറിയ കുട്ടികളായിരുന്നു. കുട്ടികളെ പോലും അവർ യുദ്ധത്തിനായി തെരഞ്ഞെടുക്കുന്നത് കണ്ട് ഡോണിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അവിടെ നിന്ന് അവശേഷിക്കുന്ന 3 ടാങ്കുകൾ നേരെ മുന്നോട്ട് പോയി ബേക്കർ കമ്പനിയുടെ ക്യാപ്റ്റൻ വാഗ്നറുടെ അടുത്തെത്തി. ക്യാപ്റ്റൻ ഡോണിനോട് പറഞ്ഞു, ഡോൺ, ആ വയലിന്റെ അപ്പുറത്ത് നാസി പടയുടെ ആന്റി ടാങ്ക് മിസൈലുകൾക്ക് മുന്നിൽ നമ്മുടെ കുറെ സൈനികർ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡോൺ ഒരു പുതിയ റൂട്ട് സജസ്റ്റ് ചെയ്തപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് നിന്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ വിശ്വാസമുണ്ട് ഡോൺ. നീ വണ്ടി മുന്നോട്ടെടുത്തോ. അങ്ങനെ വയലിലേക്ക് ടാങ്കുകൾ ഇറങ്ങുകയാണ്. അവിടെ താഴെ കിടക്കുന്ന അമേരിക്കൻ ഇൻഫൻട്രി സൈനികർ ഈ ടാങ്കുകളുടെ പുറകിലായി കവർ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നു. പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന നാസികൾ കനത്ത വെടിവെപ്പ് തുടങ്ങി. നമ്മുടെ ടാങ്കുകളും തിരിച്ച് കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെയും നോർമൻ വെടിവെക്കാൻ പേടിച്ചു നിൽക്കുകയാണ്. അവൻ അടിക്കുന്നതൊന്നും ശരിക്കു കൊള്ളുന്നില്ല. തോക്ക് ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അവൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് ഡോൺ വണ്ടിക്ക് മുകളിൽ നിന്ന് ചീത്ത വിളിച്ചു, വെടിവെക്കടാ നോർമൻ, ഷൂട്ട് ചെയ്യ്. എന്നാൽ ബാക്കിയുള്ള 4 പേരും ഒരു കൃത്യതയുള്ള മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. മിസൈലുകൾ തുരുതുരാ ലോഡ് ചെയ്ത് അവർ നാസികളുടെ ബങ്കറുകൾ തകർക്കുന്നു. അതിനിടയിൽ ഒരു അമേരിക്കൻ ടാങ്കിന് നേരിട്ട് വെടിയേൽക്കുകയും അതിലുണ്ടായിരുന്ന എല്ലാവരും മരിക്കുകയും ചെയ്തു. എങ്കിലും കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഫ്യൂരിയുടെ കരുത്തിൽ അമേരിക്കൻ സൈന്യം ആ വയലിലെ യുദ്ധം ജയിച്ചു. അവിടെ യുദ്ധം ജയിച്ചെങ്കിലും നാസികൾ കീഴടക്കിയ ചിലരെ അമേരിക്കൻ സൈന്യം പിടികൂടിയിരുന്നു. അതിലൊരു നാസി സൈനികനെ ഡോണിന്റെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്നു. അവൻ ജീവന് വേണ്ടി കരഞ്ഞു യാചിക്കുകയാണ്. തന്റെ പോക്കറ്റിൽ നിന്നും ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ എടുത്ത് അവൻ കാണിക്കുന്നു. പക്ഷേ ഡോണിന്റെ മനസ്സലിഞ്ഞില്ല. അവൻ നോർമനെ അടുത്തേക്ക് വിളിച്ചു. ഡോൺ കടുപ്പത്തിൽ പറഞ്ഞു, നോർമൻ, ഇങ്ങോട്ട് വാ, ഇവരെ വെടിവെച്ചു കൊല്ലും. നോർമൻ ആകെ ഭയന്നുപോയി. അവൻ പിന്നോട്ട് വലിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല സാർ, ഞാൻ ചെയ്യില്ല. അവൻ നിരായുധനാണ്. അവൻ കീഴടങ്ങിയതാണ്. എന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. ഡോൺ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ആ നാസിയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. ഇതാണ് യുദ്ധം നോർമൻ, ഇവിടെ നല്ലവനാകാൻ നോക്കരുത്. ഈ തോക്ക് മേടിക്ക്. നോർമൻ നിലവിളിച്ചു. വേണ്ട സാർ, എന്നെ കൊന്നോളൂ, എന്നെ വെടിവെച്ചോളൂ, ഞാൻ അവനെ കൊല്ലില്ല. അപ്പോഴാണ് ഡോൺ അവന്റെ പുറകിൽ വന്ന് കെട്ടിപ്പിടിച്ച് നോർമന്റെ കയ്യിലേക്ക് ബലമായി തോക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ആക്രോശിച്ചു, ഇവിടെ ഒന്നുകിൽ നീ അവനെ കൊല്ലണം, അല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും. നീ നിന്റെ ജോലി ചെയ്യാതിരുന്നാൽ അത് ബാധിക്കുന്നത് കൂടെയുള്ളവരുടെ ജീവനെയാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കയ്യിൽ തോക്ക് കൊടുത്തു നിന്നെ വെടിവെച്ച് കൊല്ലാൻ പറയട്ടെ. നിന്റെ കണ്ണു തുറന്നു നോക്ക്. ഡോൺ നോർമന്റെ വിരൽ ബലമായി ആ തോക്കിന്റെ ട്രിഗറിൽ അമർത്തി. നോർമന്റെ കയ്യിലിരുന്ന തോക്കിൽ നിന്നും ഉണ്ടകൾ പടർന്നു. ആ നാസി സൈനികൻ ചോരയേൽപ്പിച്ച് താഴേക്ക് വീണു. നോർമൻ അവിടെ പൂർണ്ണമായും തകർന്നുപോയി. അവന്റെ ഉള്ളിലെ ആ പഴയ പാവത്താൻ പയ്യൻ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ നേരെ അടുത്ത ടൗൺ പിടിച്ചടക്കാൻ നീങ്ങുകയാണ്. ടാങ്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വഴിയരികിൽ കുട്ടികളുടെ അടക്കം ഒരുപാട് ബോഡികൾ മരത്തിൽ കെട്ടി തൂക്കിയിരിക്കുന്നത് അവർ കാണുന്നത്. ദേഷ്യത്തോടെ ഡോൺ ആ ബോഡികളുടെ എഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ബോർഡർ വായിച്ചു. ജർമ്മൻ ഭാഷ അറിയാവുന്ന ഡോൺ അത് ബാക്കിയുള്ളവർക്കായി ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ നാസികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ഒരു കോഴിയാണ്. സ്വന്തം നാട്ടിലെ കൊച്ചുകുട്ടികളെ പോലും അവർ ഇങ്ങനെ കൊന്നുതള്ളി ബോർഡ് തൂക്കിയിരിക്കുകയാണ്.
വഴിയരികിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ വൃദ്ധനോട് ഡോൺ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുകളിലെ കെട്ടിടത്തിൽ നിന്നും ഒരു സ്നൈപ്പർ വന്ന് ആ വൃദ്ധന്റെ തലയ്ക്ക് വെടിവെക്കുന്നു. അതോടെ ആ ടൗണിൽ കനത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. പക്ഷേ ഇത്തവണ നോർമൻ മാറിയിരുന്നു. ഡോൺ കൽപ്പിക്കും മുമ്പേ തന്നെ അവൻ മെഷീൻ ഗൺ എടുത്ത് നാസികൾക്ക് നേരെ തുരുതര വെടിവെക്കാൻ തുടങ്ങി. ഒടുവിൽ അമേരിക്കൻ സൈന്യം ആ ടൗൺ പൂർണ്ണമായും പിടിച്ചെടുത്തു. ഒരു ജർമ്മൻ ഓഫീസർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു വെളുത്ത തുണി കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവർ കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ആ കെട്ടിടത്തിൽ നിന്നും ആയുധങ്ങളെല്ലാം താഴെയിട്ട് കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ജർമ്മൻ സൈനികർ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു കഠിനമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കീഴടങ്ങി വരുന്നവരിൽ പകുതിയിലധികവും മിലിറ്ററി യൂണിഫോം ഇട്ട കൊച്ചു കുട്ടികളും സ്ത്രീകളുമായിരുന്നു. പെട്ടെന്നാണ് കീഴടങ്ങി നിൽക്കുന്ന ജർമ്മൻ സൈനികരുടെ കൂട്ടത്തിൽ നിന്നും ഒരു നാസി ഓഫീസറെ ഡോൺ കാണുന്നത്. അവനെ കണ്ടതും ഡോൺ ചോദിച്ചു, ഇവനല്ലേടാ ആ നാറി, ഇവനല്ലേ ആ കൊച്ചു കുട്ടികളെ കൊന്ന് ഇവിടെ കെട്ടിത്തൂക്കാൻ ഉത്തരവിട്ടത്? പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ അവിടെ വെച്ച് തന്നെ തുരുതുര വെടിവെച്ചു കൊന്നു. യുദ്ധം കഴിഞ്ഞ ഉടനെ ഡോൺ നോർമനെയും കൂട്ടി ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറി. അവിടെ 2 ജർമ്മൻ സ്ത്രീകൾ പേടിച്ചു വിറച്ചിരിപ്പുണ്ടായിരുന്നു. ഇർമയും അവളുടെ സുന്ദരിയായ മരുമകൾ എമ്മയും. ഡോൺ അവരോട് വളരെ ശാന്തമായി ജർമ്മൻ ഭാഷയിൽ സംസാരിച്ചു. പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഡോൺ അവർക്ക് സിഗരറ്റും കുറച്ചും കോഴിമുട്ടകളും കൊടുത്തു. ഹാളിൽ ഒരു പിയാനോ ഇരിക്കുന്നത് കണ്ട് നോർമൻ അതിന്റെ അരികിലേക്ക് ചെന്ന് അവൻ പിയാനോയിൽ ഒരു മനോഹരമായ ട്യൂൺ വായിക്കാൻ തുടങ്ങി. അത് കേട്ടതും എമ്മയുടെ മുഖത്തെ പേടി മാറി. അവൾ പതുക്കെ നോർമന്റെ അരികിലേക്ക് വന്ന് ആ ട്യൂണിനൊപ്പം പാടാൻ തുടങ്ങി. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ അതൊരു വലിയ മനോഹരമായ നിമിഷമായി മാറി. അപ്പോഴാണ് ഡോൺ ഷർട്ട് ഊരി ഷേവ് ചെയ്യാൻ തുടങ്ങിയത്. അവന്റെ മുതുകിലെ കരിഞ്ഞ ആ വലിയ പുള്ളലേറ്റ പാടുകൾ കണ്ട് നോർമൻ പോലും ഞെട്ടലോടെയാണ് നോക്കുന്നത്. ആ സമയത്ത് ഡോൺ പറഞ്ഞു, നോർമൻ, അവർ നല്ല സുന്ദരിയായ കുട്ടിയാണ്. നീ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോ. നീ പോയില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും. എമ്മ നോർമനെയും കൈപിടിച്ച് റൂമിലേക്ക് നടന്നു. ഇർമ അത് തടയാൻ നോക്കിയപ്പോൾ ഡോൺ പറഞ്ഞു, അവർ ചെറുപ്പക്കാരാണ്, ജീവനുള്ള മനുഷ്യരാണ്, വെറുതെ വിട്ടേക്ക്. റൂമിൽ ചെന്ന നോർമൻ എമ്മയുടെ കൈ നോക്കി ഭാവി പറയാൻ തുടങ്ങി. നിന്റെ കയ്യിൽ വലിയൊരു പ്രണയരേഖയുണ്ട്. 2 പേർക്കും പരസ്പരം ഭാഷ അറിയില്ലെങ്കിലും ആ കണ്ണുകളിലെ പ്രണയം അവർക്ക് മനസ്സിലായിരുന്നു. യുദ്ധത്തിന്റെ ആ ക്രൂരതകൾക്കിടയിൽ അവർക്ക് കിട്ടിയ ഏറ്റവും സമാധാനമുള്ള നിമിഷമായിരുന്നു അത്. നോർമനും എമ്മയും തിരികെ ഹാളിലേക്ക് വന്ന് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ആ സമാധാനം തകർത്തുകൊണ്ട് ഗ്രേഡിയും ഗോൾഡോയും ബൈബിളും അങ്ങോട്ട് വരുന്നത്. ഗ്രേഡിയും ഗോൾഡോയും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർ എമ്മയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഗ്രേഡി ചിരിച്ചുകൊണ്ട് നോർമന്റെ മേലേക്ക് മദ്യം ഒഴിച്ചു. ഇർമ പ്ലേറ്റുകൾ എടുത്ത് ഓംലെറ്റുകൾ വിളമ്പി. ഗ്രേഡി ഒരു പീസ് മുട്ട കൂടി എടുത്തപ്പോൾ ഡോൺ അവനെ ശാന്തമായി വിലക്കി. അത് എമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു. അവൻ ആ പ്ലേറ്റ് അവൾക്ക് നൽകി. ഗ്രേഡി അവളുടെ അരികിൽ ചെന്ന് ആ മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് നക്കി അവളോട് കഴിക്കാൻ പറഞ്ഞു. ഇത് കണ്ട ഡോൺ തന്റെ പ്ലേറ്റ് അവൾക്ക് നൽകി ആ മുട്ട തിരികെ വാങ്ങി. അവർ എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും താൻ ഈ സമാധാന നിമിഷം ആസ്വദിക്കുമെന്ന് അവൻ ക്രൂവിനോട് പറഞ്ഞു. അപ്പോഴാണ് ഗോൾഡ് പഴയൊരു കഥ പറയുന്നത്. നോർമണ്ടി യുദ്ധത്തിൽ അവർക്ക് വഴിനീളെ ചത്തു കിടക്കുന്ന നാസി സൈനികരെയും എന്നാൽ ജീവനോടെ ഇരിക്കുന്ന അവരുടെ കുതിരകളെയും വെടിവെച്ച് കൊല്ലേണ്ടി വന്ന കഥ. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യുദ്ധം നമ്മളെ മൃഗമാക്കി മാറ്റി. അതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് പുറത്തുനിന്നും ഒരു സൈനികൻ വന്ന് പറയുന്നത്, ഡോൺ, ക്യാപ്റ്റൻ ഉടനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നാസികൾ നമ്മുടെ സപ്ലൈ ബേസ് ആക്രമിക്കാൻ വരുന്നുണ്ട്. അവർ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. നോർമൻ എമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പെട്ടെന്ന് ആകാശത്ത് നിന്നും നാസികളുടെ വക ഒരു കനത്ത ബോംബാക്രമണം ആ ടൗണിലുണ്ടായി. കെട്ടിടങ്ങൾ തളർന്നു വീണു. ബോംബ് വെപ്പ് കഴിഞ്ഞ ഉടനെ നോർമൻ ഭ്രാന്ത് പിടിച്ച പോലെ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി. ആ കെട്ടിടം പൂർണ്ണമായും തകർന്നിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എമ്മ ചോരയൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. നോർമൻ അവളുടെ ബോഡി കെട്ടിപ്പിടിച്ച് നെഞ്ചു പൊട്ടി കരഞ്ഞു. എമ്മ, കണ്ണു തുറക്ക് എമ്മ. പക്ഷേ ഗ്രേഡി ഓടി വന്ന് അവനെ നിർബന്ധിച്ച് വലിച്ചിഴച്ച് ടാങ്കിലേക്ക് കയറ്റി. പക്ഷെ നോർമന് ദേഷ്യം പിടിച്ച് ഗ്രേഡിയെ പൊതിരെ തല്ലാൻ തുടങ്ങി. അങ്ങനെ നോർമന്റെ മനസ്സ് വീണ്ടും കല്ലായി മാറുകയാണ്. അവന്റെ ആ പ്രണയം അവിടെ അവസാനിച്ചു. എമ്മയുടെ മരണത്തോടെ നോർമൻ പൂർണ്ണമായും മാറിപ്പോയി. അങ്ങനെ നമ്മുടെ 3 അമേരിക്കൻ ടാങ്കുകൾ ആ നിർണായക ജംഗ്ഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പക്ഷേ അവർക്ക് മുന്നിലേക്ക് വരുന്നത് ജർമ്മനിയുടെ ഏറ്റവും മാരകമായ ആയുധമാണ്, ടൈഗർ ടാങ്ക്. വലിപ്പത്തിലും ആയുധശേഷിയിലും അമേരിക്കൻ ടാങ്കുകളെക്കാൾ എത്രയോ മുകളിലാണ് അവ. ഈ ടൈഗർ ടാങ്ക് കണ്ട ഉടനെ തന്നെ കളി മാറി. ഒറ്റയടിക്ക് അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 അമേരിക്കൻ ടാങ്കുകളെ വെടിവെച്ച് കരിക്കട്ടയാക്കി കളഞ്ഞു. ഇനി ആകെയുള്ളത് നമ്മുടെ ഫ്യൂരി മാത്രം. ഡോൺ പെട്ടെന്ന് തന്നെ റേഡിയോയിലൂടെ ഉറക്കെ ഓർഡർ കൊടുത്തു, ഗോൾഡോ, വണ്ടി നിർത്തരുത്, മാക്സിമം സ്പീഡിൽ മുന്നോട്ടെടുക്ക്. അതിന്റെ പകുതിയിലേക്ക് വണ്ടി തിരിക്കണം, സ്പീഡ് കൂട്ടണം. കാരണം ആ ടൈഗർ ടാങ്കിന്റെ ഒരേയൊരു വീക്ക് പോയിന്റ് അതിന്റെ പുറകുവശത്തെ കനം കുറഞ്ഞ ഇരുമ്പ് പാളികളാണ്. ടാങ്കിനുള്ളിൽ കടുത്ത പുക ഉയരുമ്പോഴും ബൈബിൾ മിസൈലുകൾ ലോഡ് ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ലോഡഡ് ഡോൺ, ലോഡഡ്. ഗ്രേഡി കറക്റ്റായി ഗെയിം ചെയ്ത് വെടിവെക്കുന്നു. പക്ഷേ ആ മിസൈൽ ടൈഗർ ടാങ്കിന്റെ മേത്ത് തട്ടി തെറിച്ചു പോവുകയാണ്. ജർമ്മൻ ടാങ്ക് തിരിച്ചും വെടിയുതിർക്കുന്നുണ്ട്. ഫ്യൂരിയുടെ വശങ്ങളിൽ വെടിയേറ്റ് തീപ്പൊരി ചിതറുകയാണ്. ടൈഗർ ടാങ്കിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഡോൺ വീണ്ടും റേഡിയോയിലൂടെ അലറി വിളിച്ചു പറഞ്ഞു, ഗോൾഡോ, ഇടതുവശത്തേക്ക് വണ്ടി വെട്ടിക്ക്. നോർമൻ, അവന്മാരുടെ കണ്ണ് പോകുന്ന വിധം വെടിവെക്ക്. ഡോൺ പറഞ്ഞത് കേട്ടതും ഗോൾഡോ ടാങ്ക് പെട്ടെന്ന് ഇടതുവശത്തേക്ക് തിരിച്ചു. ഒപ്പം നോർമൻ ഒട്ടും സമയം കളയാതെ തന്റെ മെഷീൻ ഗണ്ണിൽ നിന്നും ജർമ്മൻ ടാങ്കിന്റെ വ്യൂ പോയിന്റിലേക്ക് ലക്ഷ്യം വെച്ച് തുരുതുര വെടിയുതിർക്കാൻ തുടങ്ങി. ആ പുകയ്ക്കും വെടിയൊച്ചകൾക്കും ഇടയിലൂടെ ഫ്യൂരി ആ ടൈഗർ ടാങ്കിന്റെ വശങ്ങളിലേക്ക് പാഞ്ഞു കയറുകയാണ്. ഒടുവിലത്തെ ശ്വാസം അടക്കി പിടിച്ചുള്ള പോരാട്ടത്തിനൊടുവിൽ ആ ജർമ്മൻ രാക്ഷസനെ അവിടെ കരിച്ചു കളയുകയാണ് അവർ. പക്ഷേ
ജയിച്ചെങ്കിലും ഇവരുടെ റേഡിയോ പൂർണ്ണമായും കംപ്ലൈന്റ് ആയി കഴിഞ്ഞിരുന്നു. പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും കട്ടായി. അവിടെ നിന്നും അവർ കഷ്ടപ്പെട്ട് ആ ജംഗ്ഷനിലേക്ക് വണ്ടി ഓടിച്ചു വരികയാണ്. പക്ഷേ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വഴിയിൽ നാസികൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വലിയ ലാൻഡ് മൈൻ ബോംബിൽ ഫ്യൂരി കയറി. ഭയങ്കരമായൊരു സ്ഫോടനത്തോടെ ടാങ്കിന്റെ അടിയിലെ ട്രാക്ക് തകർന്നുപോയി. വണ്ടി ഇനി ഒരടി മുന്നോട്ട് നീങ്ങില്ല. ഗ്രേഡിയും ഗോൾഡോയും പുറത്തിറങ്ങി അത് നന്നാക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്രേഡി നോർമന്റെ അടുത്ത് വന്ന് വളരെ ഇമോഷണലായി ഒരു കാര്യം പറയുന്നുണ്ട്. എടോ നോർമൻ, ഞാൻ നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിന് എന്നോട് ക്ഷമിക്കണം. നീ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ഈ യുദ്ധം കണ്ടു കണ്ട് മൃഗങ്ങളായി മാറി. പക്ഷേ നീ അങ്ങനെയല്ല. നോർമൻ അത് കേട്ട് പുഞ്ചിരിച്ചു. അവർക്കിടയിലെ ആ കലിപ്പിന്റെ മഞ്ഞ അങ്ങനെ ഒരുക്കിപ്പോയി. ഡോൺ നോർമനോട് കുറച്ച് അകലെയുള്ള കുന്നിൻ മുകളിൽ പോയി നാസികൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. നോർമൻ അവിടെ ഇരുന്ന് നോക്കുമ്പോഴാണ് ദൂരെ നിന്ന് 100 കണക്കിന് നാസി സൈനികർ പാട്ടുപാടിക്കൊണ്ട് മാരകായുധങ്ങളുമായി വരുന്നത് കാണുന്നത്. 5 പേർക്ക് ഒരിക്കലും തടയാൻ പറ്റാത്തത്ര വലിയൊരു പട. നോർമൻ ഓടി വന്ന് ഡോണിനോട് വിവരം പറഞ്ഞു. സാർ, വലിയൊരു നാസി പട ഇങ്ങോട്ട് വരുന്നുണ്ട്. 300-ലധികം പേരുണ്ടവർ. ഗ്രേഡിയും ഗോൾഡോയും ഒക്കെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ഒളിച്ചോടാൻ റെഡിയായി. ഡോൺ, നമുക്ക് ഇവിടുന്ന് മാറാം. ഇവിടെ നിന്നാൽ മരണം ഉറപ്പാണ്. നമുക്ക് 5 പേർ നിന്നാലൊന്നും അവരെ നേരിടാൻ കഴിയില്ല. പക്ഷേ ഡോൺ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അവൻ തന്റെ തോക്കെടുത്ത് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. ഈ ടാങ്ക് എന്റെ വീടാണ്. ഞാൻ ഇത് ഉപേക്ഷിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവനും കൊണ്ട് പോയിക്കോളൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. അത് കേട്ടതും നോർമൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു, ഞാൻ സാറിന്റെ കൂടെ നിൽക്കും. ഞാൻ എങ്ങോട്ടുമില്ല. നോർമന്റെ ആ മാറ്റം കണ്ട് ബാക്കി 3 പേരും തോക്കുകൾ താഴെയിട്ട് ടാങ്കിലേക്ക് തന്നെ തിരികെ കയറുകയാണ്. ഗോൾഡോ പറഞ്ഞു, പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? നാസികളെ പറ്റിക്കാൻ വേണ്ടി അവർ ടാങ്കിന് പുറത്ത് ഒരു ഡെഡ് ബോഡിക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് അതിന് തീയിട്ടു. ടാങ്ക് തകർന്നു കിടക്കുകയാണെന്ന് നാസികൾക്ക് തോന്നാൻ വേണ്ടിയായിരുന്നു അത്. അവർ ഉള്ളിലുള്ള മദ്യക്കുപ്പിയൊക്കെ എടുത്ത് പരസ്പരം ഷെയർ ചെയ്ത് കുടിച്ചു. ഡോൺ നോർമനെ നോക്കി വിളിച്ചു, ഇന്ന് മുതൽ നിന്റെ പേര് നോർമൻ എന്നല്ല, മെഷീൻ എന്നാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി ജനിച്ച മെഷീൻ. നാസിപ്പട ടാങ്കിന് ചുറ്റും കൂടിയതും ഡോൺ ഒരൊറ്റ ഓർഡർ കൊടുത്തു, ഫയർ. പിന്നെ അവിടെ നടന്നത് നരനായാട്ടായിരുന്നു. ഉള്ളിലിരുന്ന് അവർ മിസൈലുകളും ഗ്രനേഡുകളും തുരുതരായി എറിഞ്ഞു. 100 കണക്കിന് ശത്രുക്കളെയാണ് ആ 5 പേർ കൊന്നു തള്ളിയത്. നോർമൻ ഒരു ഭ്രാന്തനെ പോലെ വെടിയുതിർത്തുകൊണ്ടിരുന്നു. പക്ഷേ സമയം കൂടുന്തോറും അവരുടെ ആയുധങ്ങൾ തീർന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഒരു സ്നൈപ്പർ വെടിയുണ്ട ടാങ്ക് തുളച്ചകത്തേക്ക് കയറി നേരെ ഗ്രേഡിയുടെ നെഞ്ചിൽ തറച്ചു. ഗ്രേഡി നോർമന്റെ മടിയിലേക്ക് വീണ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. തൊട്ട് പിന്നാലെ ഒരു ലൈവ് ഗ്രനേഡ് ടാങ്കിലിരിക്കുന്ന ഹാച്ചിലൂടെ നാസികൾ ഉള്ളിലേക്കിട്ടു. അതുകണ്ട് പരിക്കേറ്റ് കിടന്ന ഗോൾഡോ ഒട്ടും ആലോചിച്ചില്ല. അവൻ ആ ഗ്രനേഡിന് മുകളിലേക്ക് സ്വന്തം ശരീരം അമർത്തിവെച്ചു. ഗോൾഡോ അവിടെ പൊട്ടിത്തെറിച്ചുപോയി. ഇനി ഡോണും ബൈബിളും നോർമനും മാത്രം. ഡോൺ ടാങ്കിന്റെ മുകളിലെ ഹാച്ച് തുറന്ന് പുറത്തുള്ള മെഷീൻ ഗണ്ണിൽ കയറി നിന്ന് വെടിവെപ്പ് തുടങ്ങി. ബൈബിൾ അവന് വെടിയുണ്ടകൾ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇത് തുടരുന്നതിനിടയിൽ ഒരു സ്നൈപ്പർ വന്ന് ബൈബിളിന്റെ തലയ്ക്ക് വെടിവെച്ചു. ബൈബിൾ അവിടെ വെച്ചു മരണപ്പെട്ടു. തൊട്ടു പിന്നാലെ ഡോണിന്റെ ശരീരത്തിലും 3-4 വെടിയുണ്ടകൾ കയറി. ഡോൺ ടാങ്കിലേക്ക് വീണു. നോർമൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് കീഴടങ്ങാം സാർ. ഡോൺ അവന്റെ മുഖത്ത് നോക്കി വളരെ പതുക്കെ പറഞ്ഞു, എനിക്കും പേടിയുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും കീഴടങ്ങരുത്. നമ്മൾ കീഴടങ്ങിയാൽ അവർ നമ്മളെ ടോർച്ചർ ചെയ്തുപോയി കൊല്ലും. നീ ആ എമർജൻസി വാതിലിലൂടെ താഴേക്ക് ചാട്, മണ്ണിലൊളിക്ക്. നോർമൻ താഴേക്ക് ചാടിയ ഉടനെ നാസികൾ ടാങ്കിലേക്ക് ബോംബ് ഇടുകയും ഡോൺ അവിടെ വെച്ച് വീരമൃത്യു വരിക്കുകയും ചെയ്തു. നോർമൻ ടാങ്കിന്റെ അടിയിലെ ആ ചെറിയ മണ്ണിലെ കുഴിയിൽ ശ്വാസം അടക്കി പിടിച്ച് ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു നാസി സൈനികൻ ടാങ്കിന്റെ അടിയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. അവൻ നോർമനെ കൃത്യമായി കണ്ടു. പേടിച്ചു വിറച്ച് കണ്ണീരോടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന നോർമനെ ആ ജർമ്മൻ സൈനികൻ കുറച്ചു സമയം നോക്കി നിന്നു. യുദ്ധത്തിന്റെ ആ കടും ചോരയ്ക്കുള്ളിലും അവന്റെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്ന നിമിഷം ബാക്കി സൈനികരെ ആരെയും വിളിച്ചില്ല. അവരൊന്നും കാണാത്തതുപോലെ ടോർച്ചും ഓഫാക്കി അവിടെ നിന്നും നടന്നുപോയി. ശത്രുപക്ഷത്താണെങ്കിലും അവനും ഒരു മനുഷ്യനായിരുന്നു. അടുത്ത ദിവസം രാവിലെ നോർമൻ കണ്ണു തുറക്കുമ്പോൾ ആരോ ടാങ്കിന്റെ മുകളിലെ ഹാച്ച് തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ ഡോണിന്റെ ആ ചെറിയ തോക്കുമെടുത്ത് മരിക്കാൻ തയ്യാറായി നിന്നു. പക്ഷേ മുകളിലേക്ക് നോക്കിയപ്പോൾ അത് അമേരിക്കൻ സൈന്യമായിരുന്നു. അവർ അവനെ ടാങ്കിൽ നിന്നും പുറത്തെടുത്തു. ആ ഓഫീസർ പറഞ്ഞു, നീ വലിയൊരു ഹീറോയാണ്. നീയും നിന്റെ ക്രൂവും കൂടെയാണ് ആ നാസി പടയെ ഇവിടെ നിന്നും തടഞ്ഞു നിർത്തിയത്. യു ആർ എ ഹീറോ. അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ റോഡിൽ 100 കണക്കിന് നാസികളുടെ ബോഡികൾക്ക് നടുവിൽ ചോരയിലും പുകയിലും മുങ്ങി തകർന്നു തരിപ്പണമായി കിടക്കുന്ന ആ ഫ്യൂരി ടാങ്കിന്റെ മുകളിലേക്ക് ക്യാമറ പോകുന്നതോടെ സിനിമ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡിയേഴ്സ്, ബ്രാഡ് പിറ്റിന്റെ തകർപ്പൻ പെർഫോമൻസോടെ വന്ന ഫ്യൂരി എന്ന സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ആ ഒരു ടാങ്കിലെ ലൈഫും ക്ലൈമാക്സിലെ മാസ് ഫൈറ്റും ഒക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ തീർച്ചയായും കമന്റ് ചെയ്യണം. ഇതുപോലുള്ള അടിപൊളി മൂവി എക്സ്പ്ലനേഷൻസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലൻ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.